ഇവാഞ്ചലിയൻ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 138ാമത് എപ്പിസോഡിലേക്ക് നാം വന്നു ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ 3 ആഴ്ചകൾ ഈ ശുശ്രൂഷ തുടരുവാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണങ്ങൾ ഫേസ്ബുക്ക് വഴി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ശാരീരികമായ ചില പ്രയാസങ്ങൾ നിമിത്തം എനിക്ക് ആശുപത്രിയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. അത് നിമിത്തമാണ് ചില ആഴ്ചകൾ ഈ ശുശ്രൂഷ മുടങ്ങുവാൻ ഇടയായിത്തീർന്നത്. എന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി സൗഖ്യം ദൈവം തരികയും ക്ഷേമത്തോടെ വീണ്ടും ഈ ശുശ്രൂഷ തുടരുവാൻ കർത്താവ് കൃപ നൽകി. കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. എനിക്കുവേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ 138ാമത് എപ്പിസോഡ് ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുപ്പാൻ വന്നിരിക്കുന്ന കർത്തൃദാസന്മാരെ ഒരു വാക്കിൽ ഞാൻ പരിചയപ്പെടുത്തുന്നു. കർത്തൃവേലയിൽ വളരെ അധികം ശോഭിക്കുകയും ശുശ്രൂഷയിൽ തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ദൈവദാസന്മാരാണ് ഇവിടെയുള്ളത്. ഗാനങ്ങൾ ആലോചിക്കുവാനായി എത്തിയിട്ടുള്ളത് ഡോക്ടർ ജോജോ ജോർജ് കൊട്ടാരക്കര അവരുകളാണ്. താനും കർത്തൃവേലയിലായിരിക്കുന്ന ഒരു ദൈവദാസനാണ്. തങ്ങൾ കൂടി മനോഹരമായ ഗാനങ്ങൾ ഇന്ന് കേൾക്കുവാൻ കഴിയുന്നതാണ്. മുമ്പും താൻ ഇവിടെ കടന്നു വരുവാൻ ഇടയായിട്ടുണ്ട്. കർത്തൃദാസനെ കർത്താവിന്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് നരേഷനും ലഘുസന്ദേശം അറിയിപ്പാനായി എത്തിയിട്ടുള്ളത് ഈ ശുശ്രൂഷയിൽ മുമ്പ് കടന്നു വരികയും കർത്തൃവേലയിൽ തുടരുകയും ചെയ്യുന്ന കർത്താവ് പ്രസിദ്ധനായ സുവിശേഷൻ MC ചെറിയാൻ കൊട്ടാരക്കര അവരുകളാണ്. പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ 2 പേരും ഒരേ നാട്ടുകാരാണ് എന്നുള്ള ആ സ്നേഹബന്ധവും ഞങ്ങൾക്കുണ്ട്. ഇന്നത്തെ ശുശ്രൂഷയിൽ കടന്നു വരുവാനിടയിൽ ദൈവത്തെ സ്തുതിക്കുകയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ നാമത്തിൽ ദൈവദാസനെ സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് എല്ലാ ആഴ്ചയും പോലെ തന്നെ ഞങ്ങളുടെ പ്രിയ മകൻ സുജിത്താണ്. പ്രിയ മകനെയും കർത്താവിന്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷ. ഇന്ന് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന പുതിയ ഒരാളാണ്, സഹോദരൻ ജിജിൽ കൊട്ടാരക്കരയാണ്. പ്രിയ മകനും ഞങ്ങളുടെ ഒരു കുടുംബ മകനും കൂടിയാണ്. പ്രിയമകനെയും കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകമായി കർത്താവിന്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങളുടെ സ്വാഗതം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും മാനിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ MC ചെറിയാൻ അവர்கள் മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ തുടങ്ങുന്നതും അതിനെ തുടർന്നുള്ള ശുശ്രൂഷകൾ കർത്താവിന്റെ ദാസൻ നേതൃത്വം വഹിക്കുകയും ചെയ്യുന്നതായിരിക്കും. കർത്തൃദാസനെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. സർവശക്തനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിന് നന്ദിയോടെ സ്തോത്രവും സ്തുതി അർപ്പിക്കുന്നു. എവങ്കേലിയൻ മ്യൂസിക് 138ാമത്തെ പ്രത്യേകമായിരിക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ അനുഗ്രഹീതമായിരിക്കുന്ന സന്ദേശം അറിയിക്കുവാനും ഹൃദയത്തെ തൊട്ടുണർത്തുന്നതായിരിക്കുന്ന പാട്ടുകൾ ആലപിക്കുവാനും അനവധി പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കപ്പെടുവാനും തക്കൊണ്ട് ഇടയായിക്കൊണ്ടിരുന്ന ഈ ഇവങ്കേലിയൻ മ്യൂസിക് പ്രോഗ്രാം ഇന്നും തുടരുവാൻ സർവശക്തനായിരിക്കുന്ന കർത്താവ് സഹായിച്ചു. ആയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവിടെ ഇവിടങ്ങളിലായിരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥനയോടുകൂടി കർത്താവിന് മഹത്വം കരയേറ്റുകയും ചെയ്യാം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്നവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 138 കർത്താവ് എപ്പിസോഡുകൾ ഈ പാരമ്പര്യത്തിലൂടെ നടക്കുവാൻ തക്കോണം ഇടയാക്കി ആയതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. അനേക ആയിരങ്ങൾക്ക് കർത്താവിനുള്ളായിരിക്കുന്ന പ്രചോദനവും സന്തോഷവും ദാനം ചെയ്യുവാനും ദൈവത്തിന് മഹത്വം കരയേറ്റി ദൈവത്തെ സ്തുതിക്കുവാനും ഇടയാക്കിക്കൊണ്ടിരുന്ന അവിടുത്തെ ദയയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഇത് തുടരുവാൻ കഴിയാതെ പോയി. നിന്റെ ദാസന് ശാരീരികമായിരിക്കുന്ന ക്ലേശങ്ങളാൽ ഭാരപ്പെട്ടു. എങ്കിലും അത്ഭുതത്തിൻ്റെ കൈകൾ പ്രിയപ്പെട്ടവൻ്റെ മേൽ നീട്ടി സൗഖ്യത്തെയും ആശ്വാസത്തെയും നൽകിയതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ കർത്താവെ, വീണ്ടും ഈ പ്രത്യേകമായിരിക്കുന്ന പ്രോഗ്രാമിൽ പങ്കുകൊള്ളുവാൻ തക്കോണം പ്രിയപ്പെട്ടവനെയും ഒരുക്കപ്പെട്ടതായിരിക്കുന്ന നിൻ്റെ മക്കളെയും
ഒരുപോലെ അവിടുന്ന് കൊണ്ടുവന്നു. അതോർത്ത് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹീതമായിരിക്കുന്ന ഗാനങ്ങൾ അവരിൽ നിന്ന് കേൾക്കുവാൻ, അത് ഞങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തുവാൻ, കർത്താവെ ഞങ്ങൾക്ക് ഏത് വിധമായിരിക്കുന്ന നന്മകൾ ചൊരിയുവാൻ ആഗ്രഹിക്കുന്നു, ആ നന്മകൾ ആ ഗാനങ്ങളിലൂടെ ചൊരിയുവാൻ, ഞങ്ങളെ പ്രചോദിതരാക്കി തീർക്കുവാൻ ദൈവാത്മാവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ളതായിരിക്കുന്ന അവിടുത്തെ സന്ദേശത്തിനും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കണം. ഉപകരണം വായിക്കുന്നതിൻ്റെ മകനോട് കൂടെ ഇരിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന മ്യൂസിക് കർത്താവെ അതിലൂടെ കേൾക്കുവാനും അത് നന്മയ്ക്ക് കാരണമായി തീരുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് കർത്താവെ ലൈവ് ചെയ്യുന്ന പ്രിയപ്പെട്ടവനോട് കൂടെ ഇരിക്കണമേ. നന്മകളെ കൊണ്ട് നിറയ്ക്കുന്ന കരങ്ങൾ തൻ്റെ മകനെയും കർത്താവെ കൈകളെടുത്ത് ഉപയോഗിക്കണമെന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. പാടുവാൻ നിൻ്റെ മക്കൾക്ക് ആവശ്യമായിരിക്കുന്ന ബലം കൊടുക്കണമേ. നല്ല ശബ്ദം, നല്ല കർത്താവെ പാട്ടുകൾ, അത് ഞങ്ങളുടെ ജീവിതത്തെ ഉണർത്തുന്നതും ദൈവത്തിന് കൂടുതൽ മഹത്വം കരയറ്റുന്നതുമായിരിക്കാൻ സഹായിക്കണം എന്നവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ മറ്റുള്ളതായിരിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളെയും എല്ലാവിധമായിരിക്കുന്ന കാര്യങ്ങളെയും ഇതിൻ്റെ കർത്താവെ നന്മയ്ക്ക് വേണ്ടി ഉതകുന്നതായിരിക്കുന്ന കർത്താവ് ഉപകരണങ്ങളെയും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങൾക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷ ഏറ്റവും ആശ്വാസത്തിന് കാരണമായി ഭവിപ്പാൻ എൻ്റെ അപ്പച്ചൻ സംഗതിയാക്കണം എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളത് വിനയമായിട്ട് പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. അനുഗ്രഹീതമായിരിക്കുന്ന ഗാനങ്ങൾ കേൾക്കുവാനുള്ളതായിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ശേഷിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ മഹത്വമുള്ളതായിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് ചുമൽ കൊടുക്കുകയും അനവധി സ്റ്റേജുകളിൽ പാടി അനേക പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കുകയും ചെയ്യുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ജോജോ ജോർജ് അവർ നമ്മളുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹം ഇപ്പോൾ പാടുന്നതായിരിക്കും. ശേഷം സമയം കുഞ്ഞുമോൻ ഈട്ടിക്കലും ഈ ഗാനത്തിൽ തുടരുന്നതായിരിക്കും. ഈ പ്രിയപ്പെട്ടവരെ രണ്ടുപേരെയും വലിയവനായിരിക്കുന്ന കർത്താവ് ആശീർവദിക്കട്ടെ എന്ന് ഈ സമയത്ത് ഓർപ്പിക്കുന്നു. മുറിവേറ്റ രക്തം ഒഴുകുന്ന ഹൃദയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ലേപനം പുരട്ടി കൊടുക്കുന്ന ചില ഗാനങ്ങളുണ്ട്. അത് ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നവയാണ്. പ്രതീക്ഷയുടെ എല്ലാ തിരുനാളങ്ങളും അണഞ്ഞു പോകുമ്പോഴും അത്യുജ്വലമായ ആ ദീപനാളം കാട്ടിക്കൊടുക്കുന്ന ഗാനങ്ങളാണ് ഇന്ന് നമുക്ക് കേൾക്കുവാൻ കൊണ്ടും ആഗ്രഹിക്കുന്നത്. ഇതുപോലെ എരിയുന്ന മനസ്സിനെയും തകർന്നുലയുന്ന ഹൃദയങ്ങളെയും തണുപ്പിക്കുന്ന ആശ്വാസം പകരുന്ന ചില ഗാനങ്ങൾ തുടർന്ന് നമുക്ക് കേൾക്കാനുള്ള സാവകാശം ഇന്ന് രാത്രിയിൽ സർവശക്തനായിരിക്കുന്ന കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആയതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ ഈ സമയത്ത് ചോദിക്കുന്നു. വളരെ ആദരവോടുകൂടി നമുക്ക് ആ പ്രത്യേകമായിരിക്കുന്ന ഗാനങ്ങൾക്ക് ചെവി കൊടുക്കാം. നമ്മുടെ ഹൃദയത്തെ തുറക്കാം. വലിയവനായിരിക്കുന്ന കർത്താവിനെ പാടി സ്തുതിക്കുവാൻ ഇടയായി തീരുന്നത് എന്നുവരെയാണ്? ചില പ്രത്യേകമായിരിക്കുന്ന സ്റ്റേജ് ഒരുക്കപ്പോൾ മാത്രമാണോ? അല്ല, അത് ജീവൻ പോകുവോളം നന്ദിയോടെ പാടുവാനുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം ഒരു കേടും കൂടാതെ നമ്മെ പാലിക്കുകയും ആ പ്രത്യേകമായിരിക്കുന്ന പരിപാലനത്തെ ഓർത്ത് തന്നെ പാടി സ്തുതിക്കുകയും ചെയ്യുവാൻ സർവശക്തനായിരിക്കുന്ന കർത്താവ് നമ്മളിൽ ഇടയാക്കി തീർത്തിരിക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, സ്വന്തം ജനമായ യൂതന്മാരെ തള്ളി അന്ധതയിൽ കിടന്ന് ആ ബഹുസന്തോഷത്തോടും ആ വലിയ നന്മയോടും കൂടി സർവശക്തനായിരിക്കുന്ന കർത്താവ് നമ്മെ സ്നേഹിച്ചു, നമ്മെ ഒരുക്കി, നമ്മെ കണ്ടു. നമ്മുടെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്തായിരുന്നു? ആർക്കും വേണ്ടാത്തതായിരിക്കുന്ന അവസ്ഥ, കാട്ടൊലിവിനെ പോലുള്ളതായിരിക്കുന്ന അവസ്ഥ. എന്നാൽ നല്ല ഫലം കായ്പാൻ വലിയവനായിരിക്കുന്ന കർത്താവ് വെട്ടി ഇണച്ചു, ആ നല്ല വൃക്ഷമാക്കി തീർത്തു. ഇന്ന് നമ്മൾ ആ ദൈവത്തെയാണ് സ്തുതിക്കുന്നത്, ആ ദൈവത്തെയാണ് മഹത്വപ്പെടുന്നത്. ആ ദൈവത്തെ മഹത്വപ്പെടുന്ന ഗാനം ഇപ്പോൾ ആയിരിക്കും. പാട്ടും ഞാൻ യേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ. ഈ ഗാനങ്ങൾ ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ടവന് ഈ ഗാനാലപനത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
പോളം നന്ദിയോടെ, ജീവൻ പോളം നന്ദിയോടെ. പാടും ഞാനേശുവിനായി ജീവൻ പോളം നന്ദിയോടെ, ജീവൻ പോളം നന്ദിയോടെ. പാടും ഞാനെന്നകതാരിൽ അനുദിനം വാഴും ശ്രീയേശുവിനായി. പാടും ഞാനെന്നകതാരിൽ അനുദിനം വാഴും ശ്രീയേശുവിനായി. ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കുമെന്നും. ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കുമെന്നും. പാടും ഞാനേശുവിനായി ജീവൻ പോളം നന്ദിയോടെ, ജീവൻ പോളം നന്ദിയോടെ. സ്വന്ത ജനമായ യൂതന്മാരെ തള്ളി അന്ധതയിൽ കിടന്നു. സ്വന്ത ജനമായ യൂതന്മാരെ തള്ളി അന്ധതയിൽ കിടന്നു. ബഹു സന്താപത്തോടുകൂടെ നേടും ദൂരജാതി സന്തതിയെ വീണ്ടോനെ. ബഹു സന്താപത്തോടുകൂടെ നേടും ദൂരജാതി സന്തതിയെ വീണ്ടോനെ. പാടും ഞാനേശുവിനായി ജീവൻ പോളം നന്ദിയോടെ, ജീവൻ പോളം നന്ദിയോടെ.
പോലെന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടാമെന്നും തൻ്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിയിടാമെന്നതും വിമോദമോടെ തൻ്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിയിടാമെന്നതും വിമോദമോടെ പാടും ഞാനേശുവിനായി ജീവൻ പോളം നന്ദിയോടെ ജീവൻ പോളം നന്ദിയോടെ പാടും ഞാനേശുവിനായി ജീവൻ പോളം നന്ദിയോടെ ജീവൻ പോളം നന്ദിയോടെ. അതിമനോഹരവും കൃത്യവുമായിരിക്കുന്ന ഒരു ഗാനം നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം സർവശക്തനായിരിക്കുന്ന കർത്താവ് ഇടയാക്കി. തുടർന്ന് നാം ഓരോരുത്തരും മനുഷ്യർ എന്നുള്ളതായിരിക്കുന്ന നിലയിൽ ആഗ്രഹിക്കുന്ന ഒരു വലിയ ആഗ്രഹമുണ്ട്. ശ്രേഷ്ഠമാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടൊപ്പം ഒന്ന് ചേരുവാനും അവരുടെ അരികിൽ അണയുവാനും അവരെ ഒന്ന് കാണുവാനും ഒന്ന് മുത്തം ചെയ്യുവാനും കൈ കൊടുക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ. അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്നാലും ആര് തന്നെ ആയിരുന്നാലും അങ്ങനെ ഒന്നുണ്ടായാൽ അത് ലോകം അറിയും, ലോകം അവരെ മാനിക്കും. എന്നാൽ ദൈവത്തെ മാനിക്കുന്നവരെ വലിയവനായിരിക്കുന്ന ദൈവം മാനിക്കും എന്നത് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നു. അതിന് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഒരു വലിയ ആഹ്വാനം നമുക്ക് നൽകിയിരിക്കുകയാണ്. യേശുവിൻ്റെ അരികിൽ നമ്മൾ വരയണം. യേശു നമ്മെ വിളിക്കുന്നു. അവനെ രുചിച്ചറിയണം. അവൻ്റെ കൃപകൾ നമ്മെ ആശ്ലേഷിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുകയാണ്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വിളിച്ചവൻ്റെ കാലടികളെ പിൻഗമിക്കുവാൻ അനുഗമിക്കുവാൻ വലിയവനായിരിക്കുന്ന കർത്താവ് ആഗ്രഹിക്കുകയാണ്. എന്തിനെന്നറിയാമോ? കൃപമേൽ കൃപ തന്ന് നമ്മെ നിലനിർത്തുവാനായിട്ട് വലിയവനായിരിക്കുന്ന കർത്താവ് ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ഈ ആഗ്രഹങ്ങളുടെ ഇടയിൽ ചില പരിശോധനകളൊക്കെ കടന്നു വന്നു എന്ന് വരാം. ആ പരിശോധനകളെ അതിജീവിക്കുവാൻ കൊണ്ടും ഇടയായിത്തീരുന്നത് ദൈവവിളി കേട്ടതായിരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യേകതയാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ആ പ്രത്യേകതയിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ മറ്റ് പ്രിയപ്പെട്ടവർ തള്ളിക്കളഞ്ഞു എന്ന് വരാം, അവരെ ഉപേക്ഷിച്ചു എന്ന് വരാം, പ്രിയരായി കരുതുന്ന പ്രിയപ്പെട്ടവരൊക്കെയും വിട്ടുപോയി എന്ന് വരാം. അങ്ങനെയുള്ളതായിരിക്കുന്ന കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും യേശു അരികിൽ നിന്ന് വിളിക്കുകയാണ്. അവയൊക്കെയും മറന്ന് നമ്മൾ അടുത്ത് ചെല്ലണം. അങ്ങനെ അടുത്ത് ചെല്ലുന്നവർക്കൊരു വലിയ നിക്ഷേപമുണ്ട്. ആ നിക്ഷേപം എന്തെന്ന് ചോദിച്ചാൽ, നാം ഓരോരുത്തരും ഈ ലോകം വിട്ട്, നമ്മൾ ഈ നശ്വര ലോകം വിട്ട് നമ്മൾ ആ വലിയവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടും. അന്നാളിൽ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ നേടിയത് എന്താണെന്ന് അവിടെ വെച്ച് മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയൂ. വലിയൊരു നിക്ഷേപത്തിൻ്റെ അവകാശികളാക്കി നമ്മെ തീർത്തിരിക്കുന്ന ദൈവത്തിൻ്റെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചും അത് നമ്മുടെ സ്വന്തവും എന്ന് കരുതി അത് കണ്ടും അനുഭവിച്ചും മുൻപോട്ട് പോകുവാനുള്ളതായിരിക്കുന്ന എല്ലാ അവകാശവും ഒരു ദൈവ പൈതൽ, ദൈവ വിളി കേട്ട ദൈവ പൈതലിന് ലഭിക്കും. ഈ അർത്ഥത്തെ കാട്ടിത്തരുന്നതായിരിക്കുന്ന ഒരു ഗാനം തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ അവർ പാടുന്നതായിരിക്കും. വരുവീൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ എന്നുള്ളതായിരിക്കുന്ന ഗാനം നമുക്ക് പ്രാർത്ഥനയോടുകൂടി ശ്രവിക്കാം. വലിയവനായിരിക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്തൃദാസനെ ഗാനാലാപനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു.
യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയേ. വരുവൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ, വരുവൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ, വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയേ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയേ. കൃപമേൽ കൃപയാർന്നിടുവാൻ നിങ്ങൾ പരമപദം ചേർന്നിടുവിൻ. തരയിൽ നടന്ന തൻ ശരണം നിങ്ങൾ കരുളും ശാശ്വത ശരണം. അല്ലും പകലും മുന്നിൽ നിൽപ്പവൻ തുണയാ, അല്ലും പകലും മുന്നിൽ നിൽപ്പവൻ തുണയാ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയേ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയേ. പരിശോധനകൾ വരികിൽ മനം പതറായിടുകി. ബലഹീനതയിൽ കവിയും കൃപമതിയെന്നാശ്രയിച്ചിടുകി. വിരവിൽ വിനകൾ തീരും സകലവും ശുഭമാ, വിരവിൽ വിനകൾ തീരും സകലവും ശുഭമാ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയേ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയേ. യേശുവിനോടു നീ പറഞ്ഞ സ്നേഹിതരേവരും വെടിഞ്ഞ അത്
യേശുവിനോട് നീ പറഞ്ഞ സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളെഴും തൻ കരത്താ. സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളെഴും തൻ കരത്താ. നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും, നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും, വരുവിൻ യേശുവിൻ അരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയേ. വരുവിൻ യേശുവിൻ അരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയേ. ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്ന് നമ്മൾ നേടിയതെന്തെന്നും. ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്ന് നമ്മൾ നേടിയതെന്തെന്നും. ലോകം വെറുത്തോർ വില നാം അന്നാൾ അറിയും. ലോകം വെറുത്തോർ വില നാം അന്നാൾ അറിയും. വരുവിൻ യേശുവിൻ അരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയേ. വരുവിൻ യേശുവിൻ അരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയേ. വരുവിൻ കൃപകൾ ചൊരിയും കുരിശിൻ അരികിൽ. വരുവിൻ യേശുവിൻ അരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയേ. വരുവിൻ യേശുവിൻ അരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയേ. എത്ര കേട്ടാലും മതിയാകാത്ത വിധത്തിൽ ഹൃദയത്തെ അനുഗ്രഹീതമായിരിക്കുന്ന ആ പ്രത്യേക അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ്ണം പ്രത്യാശയോടെ കവിഞ്ഞൊഴുകുന്നതായിരിക്കുന്ന നദി പോലെ നമ്മെ ആനന്ദത്തിൻ്റെ പ്രത്യേക നീർച്ചുഴിയിലേക്ക് ഒന്ന് എടുത്തുകൊണ്ട് പോകുവാൻ ഇടയായിത്തീരുന്ന ഗാനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദൈവ പൈതലിന് എന്നുമെന്നും അവൻ്റെ ജീവിതത്തിൽ വന്ന് കാണുവാനും ആഗ്രഹിച്ച് നിർവൃതി അണയുവാനും ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. അത് എന്തെന്ന് ചോദിച്ചാൽ താൻ പ്രിയം വെച്ചതായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഒന്ന് കാണണം. നമ്മളാരും അവനെ നേരിട്ട് കണ്ടിട്ടില്ല. വിശ്വാസത്താൽ രുചിച്ചറിയുവാൻ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ ഇടയായി തീർന്നിട്ടുള്ളൂ. എന്നാൽ നേരിൽ കാണുന്ന ഒരു പ്രത്യേക അനുഭവമുണ്ട്. അതൊരു ഭക്തൻ്റെ ജീവിത ആഗ്രഹമാണ്. അത് ഒരു വലിയ ജീവിതത്തിൻ്റെ ആവശ്യവുമാണ്. കൊതിയേറിയതായിരിക്കുന്ന ഒരു അവകാശവുമാണ്.
അവൻ വരും. എവിടെ വരും? തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു, ആകാശമേഘത്തിൽ അവൻ പ്രത്യക്ഷപ്പെടുവാൻ കൊണ്ടും ഇടയായിത്തീരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ആ പ്രത്യാശയാണ് നമ്മെ ഓരോരുത്തരെയും ഭരിക്കുവാൻ കൊണ്ടും ഇടയായിത്തീരുന്നത്. നാം ഏത് സ്ഥാനത്തായിരുന്നാലും വിശ്വാസത്തിൻ്റെ പാതയിലൂടെ ഓടി നമ്മളുടെ ജീവിതത്തെ മുന്നേറ്റത്തിലൂടെ കൊണ്ടുപോകുവാൻ കൊണ്ടും ഇടയായിത്തീരുമ്പോൾ ആ അരുമനാഥനായിരിക്കുന്ന കർത്താവ് അവൻ്റേതായിരിക്കുന്ന നന്മയെ നമ്മളിലേക്ക് പകർന്ന് അവൻ്റെ ചങ്കോട് ചേർത്തണയ്ക്കുവാൻ കൊണ്ടും ഇടയായിത്തീരും. ഈ ആശയം ഉൾക്കൊള്ളുന്ന അടുത്ത ഗാനം കർത്താവിൻ്റെ ദാസൻ ജോർജ് അവറുകൾ ഇപ്പോൾ ആലപിക്കുന്നതായിരിക്കും. പ്രിയനെ നിന്നെ കാണുവാനായി എന്നുള്ളിൽ കൊതിയേറുന്നേ എന്ന ഗാനം നമുക്ക് പ്രാർത്ഥനയോടുകൂടി ശ്രവിക്കാം. സർവശക്തനായിരിക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ടവനെ ഈ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്രിയനേ നിന്നെ കാണുവാനായി എന്നുള്ളിൽ കൊതിയേറുന്നേ. പ്രിയനേ നിന്നെ കാണുവാനായി എന്നുള്ളിൽ കൊതിയേറുന്നേ. മേഘമറവിൽ വിടരും അഴകായി സഖി ഞാൻ കാത്തിരിപ്പൂ. മേഘമറവിൽ വിടരും അഴകായി സഖി ഞാൻ കാത്തിരിപ്പൂ. പ്രിയനേ നിന്നെ കാണുവാനായി എന്നുള്ളിൽ കൊതിയേറുന്നേ. ചാരുനിൻ താഴ്വര പാടും പ്രേമനിലാവിൻ മധുഗാനം. ചാരുനിൻ താഴ്വര പാടും പ്രേമനിലാവിൻ മധുഗാനം. പൂവിതളായൻ മാനസവനിൽ മാധുര്യമേക നീ വരുമോ. പൂവിതളായൻ മാനസവനിൽ
വാനിൽ മാധുര്യമേക നീ വരുമോ പ്രിയനേ നിന്നെ കാണുവാന എന്നുള്ളിൽ കൊതിയേറുന്നേ മാറിവില്ല അരികിലൊന്നെത്താ ഹൃദയം തുടിപ്പൂ എന്നാഥ മാറിവില്ല അരികിലൊന്നെത്താ ഹൃദയം തുടിപ്പൂ എന്നാഥ നിൻ തിരുമാർവിൽ ചേർന്നൊന്നിരിക്കാൻ ഒരു കൂറും പ്രാവാകും ഞാനൊരു നിൻ തിരുമാർവിൽ ചേർന്നൊന്നിരിക്കാൻ ഒരു കൂറും പ്രാവാകും ഞാനൊരു പ്രിയനേ നിന്നെ കാണുവാന എന്നുള്ളിൽ കൊതിയേറുന്നേ പ്രിയനേ നിന്നെ കാണുവാന എന്നുള്ളിൽ കൊതിയേറുന്നേ മേഘമറവിൽ വിടരും അഴകായി സഖിന കാത്തിരിപ്പൂ മേഘമറവിൽ വിടരും അഴകായി സഖിന കാത്തിരിപ്പൂ പ്രിയനേ നിന്നെ കാണുവാന എന്നുള്ളിൽ കൊതിയേറുന്നേ പ്രൈസ് ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ തിരുവായി മൊഴിഞ്ഞ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു വിലയേറിയതായിരിക്കുന്ന വാഗ്ദത്തമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. വലിയവനായിരിക്കുന്ന കർത്താവ് ഒരു വാസസ്ഥലം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഊഷര ഭൂമിയെ വിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകുവാൻ തക്കവണ്ണം പ്രവേശിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. നല്ലവനായിരിക്കുന്ന കർത്താവ് ആർക്കു വേണ്ടിയാണ് ഈ രാജ്യം ഒരുക്കുന്നത്? തന്നിൽ വിശ്വസിച്ചിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി, തൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടതായിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി അവനൊരു രാജ്യം ഒരുക്കുകയാണ്. ആ രാജ്യം ഒരുങ്ങി കഴിയുമ്പോൾ അവൻ വിളിക്കും. എവിടേക്ക് വിളിക്കും? തൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയായി തന്നോടൊപ്പം പന്തിഭോജനത്തിൽ പന്തിയിലിരിക്കുവാൻ നമ്മെ വിളിക്കും. ആ വലിയ നന്മ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുമ പുലർത്തുന്നതായിരിക്കും എന്നതിന് സംശയമൊന്നുമില്ല. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കണ്ണുനീരുണ്ട്, ദുഃഖമുണ്ട്, വേർപാടുണ്ട്, മറ്റുള്ളതായിരിക്കുന്ന എല്ലാ ചുറ്റുപാടുകളിലും നാം കടന്നു പോകുന്നവരാണ്. എന്നാൽ വലിയവനായിരിക്കുന്ന കർത്താവ് 1000 ദൂതന്മാരുമായി വാനമേഘത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമ്പോൾ ഈ പ്രത്യേകമായിരിക്കുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും നെടുവീർപ്പുകളും എല്ലാം മാഞ്ഞു പോകും. അവിടെ നമുക്ക് സന്തോഷത്തിൻ്റെ പരിപൂർണത കാണുവാനായിട്ട് കഴിയും. ഈ പ്രത്യേകതയിലേക്ക് നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഒരു ഗാനമാണ് അടുത്തതായിട്ട് നമ്മൾ ശ്രവിക്കുവാനായിട്ട് പോകുന്നത്. രാജ്യം ഒരുക്കി താൻ വേഗം വരുന്നല്ലോ, പ്രിയൻ തൻ മണിനാദം
എന്ന് നമുക്ക് ആ പാട്ടിലൂടെ ശ്രവിപ്പാൻ തക്കൊണ്ടും ഇടയാകും. കർത്താവിൻ്റെ ദാസൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ ഇപ്പോൾ ഈ ഗാനം ആലപിക്കുന്നതാണ്. പ്രത്യാശയോടുകൂടി, നിറവോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി നമുക്ക് ആ ഗാനം ശ്രവിച്ച് സർവശക്തനായിരിക്കുന്ന കർത്താവിൽ നമുക്ക് ആശ്രയം വെച്ച് നമുക്ക് ജീവിതം മുൻപോട്ട് നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. രാജ്യമൊരുക്കി വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ നമുക്കും ഒരുങ്ങി നമുക്കും തീവ്രതയോടെ കാത്തിരിക്കാം. ദൈവാത്മാവ് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. രാജ്യമൊരുക്കിത്തൻ വേഗം വരുന്നല്ലോ, പ്രിയൻ തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. രാജ്യമൊരുക്കിത്തൻ വേഗം വരുന്നല്ലോ, പ്രിയൻ തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. പുതുമകൾ നിറയും പുലരിയിൽ നല്ലൊരു ജയ ജയ ഗീതം പാടിടാം. പുതുമകൾ നിറയും പുലരിയിൽ നല്ലൊരു ജയ ജയ ഗീതം പാടിടാം. ആനന്ദഗാനം പാടും വിശുദ്ധർ ഒന്നായി ചേർന്നു വരുന്നല്ലോ. ആനന്ദഗാനം പാടും ഒന്നായി ചേർന്നു വരുന്നല്ലോ. രാജ്യമൊരുക്കിത്തൻ വേഗം വരുന്നല്ലോ, പ്രിയൻ തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. ഉണരുക ഉണരുക ദൈവജനമേ, ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി. ഉണരുക ഉണരുക ദൈവജനമേ, ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി. കാന്തൻ വന്നിടും കണ്ണീർ തുടയ്ക്കും, ദുഃഖങ്ങളെല്ലാം തീരാറായി.
കാന്തൻ വന്നിടും കണ്ണീർ തുടയ്ക്കും ദുഃഖങ്ങളെല്ലാം തീരാറാ. ഓ രാജ്യമൊരു ഇത്തൻ വേഗം വരുന്നല്ലോ, പ്രിയൻ തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. ആയിരം ദൂതഗണങ്ങൾ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുമ്പോൾ, ആയിരം ദൂതഗണങ്ങൾ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുമ്പോൾ, ആ നല്ല സുദിനം കാത്തു നിൽക്കുന്ന ഞാൻ, വേഗം വരേണം എൻ കാന്ത. ആ നല്ല സുദിനം കാത്തു നിൽക്കുന്ന ഞാൻ, വേഗം വരേണം എൻ കാന്ത. ഓ രാജ്യമൊരു ഇത്തൻ വേഗം വരുന്നല്ലോ, പ്രിയൻ തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. അഖിലാണ്ടത്തിൻ്റെ ഉടയവനും സകലത്തിനും മീതെ ഉന്നതനുമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു അവൻ ഇവിടെ ലോകത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമ്പോൾ, ഏറ്റവും ഉന്നതമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു രാജകൊട്ടാരത്തിൽ അതിൻ്റേതായിരിക്കുന്ന പ്രൗഢിയോടും അതിൻ്റെ പ്രത്യേകമായിരിക്കുന്ന നിലവാരത്തോടും കൂടെ ആയിരിക്കും ജനിക്കുന്നത് എന്ന് ഒരു പക്ഷെങ്കിൽ ചിലരൊക്കെയും ചിന്തിപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട്. രാജാതിരാജാവും കർത്താവുമായിരിക്കുന്നവൻ തീർച്ചയായിട്ടും അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സ്ഥാനത്ത് ജനിക്കും എന്ന് ശാസ്ത്രലോകം ഒരു പക്ഷെങ്കിൽ കുറിച്ചു വയ്ക്കുവാൻ കൊണ്ടും ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം, പരമസമ്പന്നനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഒരു പശുത്തൊഴുത്തിൽ എവിടെയോ ജനിച്ചൊരു പശുത്തൊഴുത്തിൽ കിടത്തുവാൻ കൊണ്ടും ഇടയായി തീർന്ന ഒരു സംഭവമാണ് തിരുവെഴുത്തുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ ഇടയായി തീരുന്നത്. നല്ല ഒരു തുണി, നല്ലൊരു വസ്ത്രം തനിക്ക് വേണ്ടി വേർതിരിക്കുവാനോ അതിൽ ഒരു ഓമന കുഞ്ഞ് എന്നുള്ളതായിരിക്കുന്ന നിലയിൽ ഒന്ന് കിടത്തുവാനോ ഒന്ന് പൊതിഞ്ഞു വയ്ക്കുവാനോ തക്കവണ്ണം ഇല്ലാതെ കേവലം പഴന്തുണിയിൽ തന്നെ കിടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. താൻ 33.5 വയസ്സ് വരെയും ഈ ഭൂമിയിൽ സഞ്ചരിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും ചെയ്ത് ലോകത്തിൽ അനവധി പ്രിയപ്പെട്ടവരെ നേടുവാൻ തക്കവണ്ണവും ശിഷ്യഗണങ്ങളെ മെനയുവാൻ തക്കവണ്ണവും ഇടയായി തീർന്നു. എന്നാൽ സർവ്വലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ യാഗമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്നത് നമ്മെ വളരെയധികം ചിന്തിപ്പിക്കുന്നതായിരിക്കുന്നൊരു സംഗതിയാണ്. ഈ ഗാനം ശ്രവിക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു കാര്യം ഓർക്കണം, നമ്മെ ഓരോരുത്തരെയും സമ്പന്നതയുടെ പ്രത്യേകമായിരിക്കുന്ന ആ ഉന്നത ശ്രേഷ്ഠ ശ്രോണിയിൽ എത്തിക്കേണ്ടതിന് വരുവനായിരിക്കുന്ന കർത്താവ് ക്രൂശി ചുമന്നു, ക്രൂശിൽ കയറി ക്രൂശിമരണം സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നല്ലവനായിരിക്കുന്ന കർത്താവ് ആരായിരുന്നു? ആ ഒരു ചിന്ത, ആ ഒരു പ്രത്യേകത നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനം ഇപ്പോൾ ഡോക്ടർ ജോർജ് അവറുകൾ ആലപിക്കുന്നതായിരിക്കും.
ദൈവകരുണയിൻ ധനമഹാത്മ്യം നാവാൽ വർണ്ണ്യമോ എന്ന ഗാനം നമുക്ക് വളരെ ആദരവോടുകൂടി ഭക്തിയോടുകൂടി നമുക്ക് കേൾക്കാം. വലിയവനായിരിക്കുന്ന കർത്താവ് ആരായിരുന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് ഓർക്കുവാനും ഗ്രഹിക്കുവാനും കൊണ്ടും ഇടയായിത്തീരും. സർവശക്തൻ ഈ ഗാനം നമ്മെ കേൾപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവനെ അതിനുവേണ്ടി ശക്തീകരിക്കട്ടെ. ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ആദരപൂർവം വീണ്ടും അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ദൈവകരുണയിൻ ധനമഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ധനമഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ധനമഹാത്മ്യം ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വേറും കഥയോ. ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വേറും കഥയോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിൻ ധനമഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ധനമഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ധനമഹാത്മ്യം. പരമസമ്പന്നനെ ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സുമനസ.
പരമസമ്പന്നനേ ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സുമനസാ നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ ദൈവകരുണയിൻ ധനമാഹാത്മ്യം മാവാൽ വന്യമോ ദൈവകരുണയിൻ ധനമാഹാത്മ്യം കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാൽകളെ അതിന്മേ കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാൽകളെ അതിന്മേ ശരിക്കിരുമ്പാണികൾ തറപ്പതിനായതു സ്മരിക്കുകയും വിസ്മയനീയം ശരിക്കിരുമ്പാണികൾ തറപ്പതിനായതു സ്മരിക്കുകയും വിസ്മയനീയം ദൈവകരുണയിൻ ധനമാഹാത്മ്യം ആവാൽ വന്യമോ ദൈവകരുണയിൻ ധനമാഹാത്മ്യം ആവാൽ വന്യമോ ദൈവകരുണയിൻ ധനമാഹാത്മ്യം ആവാൽ വന്യമോ ദൈവകരുണയിൻ ധനമാഹാത്മ്യം ദൈവകരുണയുടെ മാഹാത്മ്യം എന്ത് എന്ന് ഒരു ഗാനത്തിലൂടെ നമുക്ക് ശ്രവിപ്പാൻ തക്കവണ്ണം ഇടയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് സിയോൻ ഗീതാവലി എന്ന പുസ്തകത്തിൽ 554 നമ്പറായി ചേർത്തിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ഗാനം കർത്തദാസൻ ഇട്ടിക്കൽ കുഞ്ഞുമോൻ 1996 തൻ്റെ അനുഭവത്തിൽ നിന്ന് രചിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്ന ഒരു ഗാനമാണ്. ഈ ഗാനം വളരെയധികം ആശ്വാസത്തെ പകരുന്നതും ഹൃദയത്തെ വലിയവനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നിർവൃതി അണയുവാൻ ഒരുക്കുന്നതുമാകുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ കണ്ണീർ കയങ്ങളിലൂടെ താണുപോകുവാനിടയായിത്തീരുന്ന സാഹചര്യങ്ങളിൽ അരികിൽ വന്ന് വലിയവനായിരിക്കുന്ന കർത്താവ് ആശ്വാസത്തെ പകരും. മാനുഷ്യമായിരിക്കുന്ന ഈ ആശ്വാസങ്ങൾ അത് നിമിഷങ്ങൾ കൊണ്ട് മാഞ്ഞു പോകുവാനും അവർ മാറിപ്പോകുവാനും ഇടയായിത്തീരുമ്പോൾ ഭാരങ്ങളെ അറിഞ്ഞ് സർവശക്തനായിരിക്കുന്ന കർത്താവ് ഹൃദയത്തിൻ്റെ സ്ഥിതിയെ മനസ്സിലാക്കി അരികിൽ വന്ന് ആശ്വാസം പകരുന്നവനാണ്, കണ്ണുനീർ തുടയ്ക്കുന്നവനാണ്, നമുക്ക് വേണ്ടി കരുതുന്നവനാണ്, ഭാരങ്ങൾ ചുമക്കുന്നവനാണ് എന്നത് ഈ ഗാനത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഭാരപ്പെടാതെ സർവശക്തനായിരിക്കുന്ന കർത്താവിൽ സകല കാര്യങ്ങളും പരമേൽപ്പിച്ചുകൊണ്ട് പരമോന്നതനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആശ്വാസം
ഓരോ നിമിഷവും പ്രാപിച്ച് കൂടുതൽ കൂടുതൽ പ്രചോദിതരായി തീരുവാൻ കൊണ്ണം, അനുഗ്രഹീതരായി തീരുവാൻ കൊണ്ണം ഈ ഗാനം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ച് സഹായിക്കട്ടെ. ആശ്വാസദായകനെ കൃപാകരനാം യേശുദേവാ, നിൻ സ്നേഹമെത്രയഗാധം. ആശ്വാസദായകനെ കൃപാകരനാം യേശുദേവാ, നിൻ സ്നേഹമെത്രയഗാധം. കണ്ണുനീർത്തൂകിടുമ്പോൾ അരികിലെത്തും പ്രാണനാഥൻ, ആശ്വാസമേകി നടത്തും. കണ്ണുനീർത്തൂകിടുമ്പോൾ അരികിലെത്തും പ്രാണനാഥൻ, ആശ്വാസമേകി നടത്തും. നിൻ ഭാരമെല്ലാം അവൻ മേൽവയ്ക്കാം, എന്നിനു ഭാരപ്പെടുന്നു നിന്റെ തടമിന്ന്. നിൻ കൂടെയുണ്ടവനെന്നും. നിൻ ഭാരമെല്ലാം അവൻ മേൽവയ്ക്കാം, എന്തിനു ഭാരപ്പെടുന്നു നിന്റെ തടമിന്ന്. നിൻ കൂടെയുണ്ടവനെന്നും. ആശ്വാസദായകനെ കൃപാകരനാം യേശുദേവാ, നിൻ സ്നേഹമെത്രയഗാധം. ആശ്വാസദായകനെ കൃപാകരനാം യേശുദേവാ, നിൻ സ്നേഹമെത്രയഗാധം. കുരിരുൾ താഴ്വരയിൻ സമാനമായി ശോധന ഉണ്ട്, കാരീരുൾ താളുകളുണ്ട്. കുരിരുൾ താഴ്വരയിൻ സമാനമായി ശോധന ഉണ്ട്, കാരീരുൾ
നാളുകളുണ്ട്. ചാരിടുക മനമേ ഇവനിൽ, കാൽവരി ക്രൂശിൽ മരിച്ചുയർത്തേശുവിൻ മാർവിൽ. നിൻ ചാരെ ഉണ്ടവനെന്നും. ചാരിടുക മനമേ ഇവനിൽ, കാൽവരി ക്രൂശിൽ മരിച്ചുയർത്തേശുവിൻ മാർവിൽ. നിൻ ചാരയുണ്ടവനെന്നും. ആശ്വാസദായകനേ കൃപാകരനാം യേശുദേവാ, നിൻ സ്നേഹമെത്രയഗാധം. ആശ്വാസദായകനേ കൃപാകരനാം യേശുദേവാ, നിൻ സ്നേഹമെത്രയഗാധം. നാളുകൾ തീർന്നിടാറായി, പ്രിയൻ വരാറായി വനമേഘേ. തൻ പ്രിയരാം നമ്മെ ചേർപ്പാൻ. നാളുകൾ തീർന്നിടാറായി, പ്രിയൻ വരാറായി വനമേഘേ. തൻ പ്രിയരാം നമ്മെ ചേർപ്പാൻ. അന്നവൻ സന്നിധി ചേർത്തിടുമേ, ഹല്ലേലൂയ ഗീതം പാടിടുമേ. ഞാനുമന്ന് തൻ കൂടെ എന്നുമിരുത്തും. അന്നവൻ സന്നിധി ചേർന്നിടുമേ, ഹല്ലേലൂയ ഗീതം പാടിടുമേ. ഞാനുമന്ന് തൻ കൂടെ എന്നുമിരുത്തും. ആശ്വാസദായകനേ കൃപാകരനാം യേശുദേവാ, നിൻ സ്നേഹമെത്രയഗാധം. ആശ്വാസദായകനേ കൃപാകരനാം യേശുദേവാ, നിൻ സ്നേഹമെത്രയഗാധം. സർവശക്തനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എത്ര അഗാധമാണ്, അവർണ്ണനീയമാണ്. അത് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്ന സംഗതിയുമാണ്. എന്നാൽ നമുക്കൊരു കാര്യം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാം ഈ അനുഗ്രഹീതമായിരിക്കുന്ന സന്നിധാനത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? ആ വഴികൾ നമ്മൊന്ന് ഓർക്കേണ്ടതും ഇന്നയോളം നടത്തിയ ദൈവത്തെ സ്തുതിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൻ്റെ അനിവാര്യമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നന്ദിയില്ലാതെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ കൊണ്ടും ഇടയായിത്തീരുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. എന്നാൽ സർവ്വവല്ലഭനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ അഭയം തേടുന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ ഒന്ന് ചിന്തിക്കണം, ഞാൻ എങ്ങനെയാണ് ഈ പാതയിലേക്ക് വന്നത്? ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം നടത്തുവാൻ കൊണ്ടും ശക്തനായിരിക്കുന്ന ഒരു ദൈവം നമുക്ക് മുൻപിലുണ്ട്. ആ ദൈവമാണ് നമ്മെ ഈ വഴികളിൽ നടത്തുവാൻ കൊണ്ടും ഇടയായി തീർന്നത്. ആ സ്വർഗീയ കരങ്ങളുടെ പ്രത്യേകമായിരിക്കുന്ന നന്മയും അതിൻ്റെ ബലവും അനുഭവിച്ചറിയുവാൻ കൊണ്ടും ഇടയായിത്തീരുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും പറയുവാൻ കൊണ്ടും കഴിയും. എൻ്റെ നാളുകൾ ഓടി മറയുവാൻ കൊണ്ടും ഇടയായിത്തീരുന്നതാണെങ്കിൽ തന്നെയും ഓരോ നിമിഷവും ഞാൻ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോട് വസിപ്പാൻ കൊണ്ടും ഇടയായിത്തീരുന്നു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ സുസ്ഥിരർ എന്ന് പറയുവാൻ കൊണ്ടും കഴിയാത്തായിരിക്കുന്നൊരവസ്ഥ മനുഷ്യർക്കുണ്ട്. എന്നാൽ വലിയവനായിരിക്കുന്ന കർത്താവ് നടത്തുന്ന വഴികൾ
നമ്മളൊന്ന് ഓർക്കണം, ചിന്തിക്കണം. ഈ ആശയത്തെ ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന ഒരു ഗാനം ഇപ്പോൾ ഡോക്ടർ ജോജി ജോർജ് അവറുകൾ വീണ്ടും ആലപിക്കുന്നതായിരിക്കും. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ. ആ പാട്ട് നമുക്ക് ആദരപൂർവ്വം കേൾക്കാം. വലിയവനായിരിക്കുന്ന കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. ബഹുദൂരം മുന്നോട്ടു പോകാം ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാം ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമാ. തളർന്നോരോ നേരത്തിലെല്ലാം
മറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓടി മറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. മനോവേദകൾ നീയെന്നും കണ്ടു മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനോവേദകൾ നീയെന്നും കണ്ടു മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെ താങ്ങിയല്ലോ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെ താങ്ങിയല്ലോ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവെങ്കേലിയോൻ മ്യൂസിക് എന്ന ഈ പ്രത്യേക പരമ്പരയിൽ ഒരു പ്രാവശ്യം കൂടെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് വലിയവനായിരിക്കുന്ന കർത്താവ് ഇത്രത്തോളം സഹായം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഈ പ്രത്യേകമായിരിക്കുന്ന
മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചതായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എൻ്റെ ഹൃദയംഗമായിരിക്കുന്ന നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് 7 പാട്ടുകൾ സർവ്വശക്തനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നമ്മിൽ ഉൾക്കൊള്ളുവാൻ കൊണ്ടിടയായി തീരുന്ന കൃപാവരത്തിൻ്റെ അനുഗ്രഹത്തെയും കുറിച്ച് നമുക്ക് കേൾക്കുവാൻ കൊണ്ടും ഇടയായിക്കൊണ്ടിരുന്നു. ഇനിയും ഒരല്പസമയം ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ആഗ്രഹിക്കുന്ന വിഷയം വിജയകരമായിരിക്കുന്ന ക്രിസ്തുജീവിതം എന്നുള്ളതായിരിക്കുന്ന വിഷയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം വായിച്ച് അവസാനിപ്പിക്കുവാൻ കൊണ്ടും ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഞാൻ വായിക്കുന്നു. 1 യോഹന്നാൻ 5:4. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നമുക്കറിയാം വിശ്വാസം എന്നാൽ എന്താണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും ആഗ്രഹവുമാണ്, അതിൻ്റെ നിർവൃതിയാണ്. വലിയവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ലോകത്തെ സ്നേഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്ന ആ പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് അറിയാം. ഇന്ന് ഭൂരിഭാഗം വിശ്വാസികളും ആഗ്രഹിക്കുന്ന ഒന്നാണ് വിജയകരമായിരിക്കുന്ന ജീവിതം എന്നുള്ളത്. പക്ഷെങ്കിൽ ക്രിസ്തുവേശുവുമായിട്ടുള്ളായിരിക്കുന്ന ജയത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ആ അടിസ്ഥാനം കുറിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയമാണ് പ്രാധാന്യം അർഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത് എന്നോർക്കണം. ലോകത്തിൽ ഉന്നമനമായിരിക്കുന്ന സ്ഥാനത്തേക്ക് കടന്നു വരികയും ഏറ്റവും പ്രാഗൽഭ്യത്തോടുകൂടി ജീവിക്കുകയും ചെയ്ത് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നാൽ അത് വിജയകരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതമല്ല. ക്രിസ്തുവിൽ ആയിത്തീർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വിജയകരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുകയുള്ളൂ. അവരെ നടത്തുന്നതും നയിക്കുന്നതും വലിയവനായിരിക്കുന്ന ദൈവമാണ്. ഈ സത്യം നമ്മിൽ നിന്നും മറയ്ക്കുവാൻ പലപ്പോഴും സാത്താൻ തൻ്റേതായിരിക്കുന്ന പ്രവൃത്തി കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ശോധനയാണ്. വിശ്വാസത്തിൻ്റെ ശോധന ഏതൊരു വ്യക്തിയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്? ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന സാത്താനിലൂടെ. ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന സാത്താനിലൂടെ അത് നമ്മളിലേക്ക് കടന്നു വരുവാൻ കൊണ്ടും ഇടയായി തീരുമ്പോൾ അവയെ ജയിച്ചവനായിരിക്കുന്ന ഒരുവനുണ്ട്. അത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവാണ്. തന്നെ പരീക്ഷിക്കുവാൻ പലവിധമായിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരുവാനും തൻ്റെ കർണസ്ഫുടങ്ങളിൽ അതെത്തിക്കുവാനും തക്കവണ്ണം ഇടയായി തീർന്നു. എൻ്റെ ഹൃദയത്തെ മാറ്റിയെടുക്കുവാനും വഞ്ചിക്കുവാനും തക്കവണ്ണം ഇടയായി. എന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കൊണ്ട് അവയെ നശിപ്പിച്ച് കളയുവാൻ, ദഹിപ്പിച്ച് കളയുവാൻ സർവശക്തനായിരിക്കുന്ന കർത്താവിന് ഇടയായി തീർന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയകരമായിരിക്കുന്ന നേട്ടം കൈവരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ വലിയവനായിരിക്കുന്ന ക്രിസ്തു ചെയ്തതായിരിക്കുന്ന അതേ കാര്യങ്ങൾ ചെയ്തും നല്ലവനായിരിക്കുന്ന ക്രിസ്തുവിനെ മുൻപിൽ ഉയർത്തി കാണിച്ചും വിശ്വാസത്തിൻ്റെ പടകിൽ കാൽ വഴുതി പോകുവാൻ ഇടയായി തീരാതെ വിജയത്തിൻ്റെ സോപാനത്തിലേക്ക് എത്തിച്ചേരേണ്ടതിനു വേണ്ടി ക്രിസ്തുവിൽ ആശ്രയിക്കുകയും ചെയ്യുവാൻ ഇടയായി തീരുന്ന ഒരു ദൈവ പൈതലിന് തീർച്ചയായിട്ടും വിജയം കൈവരിപ്പാൻ തക്കവണ്ണം ഇടയാകും. കാരണം എന്തെന്ന് ചോദിച്ചാൽ വായിച്ചതായിരിക്കുന്ന വേദഭാഗത്ത് ഇങ്ങനെ കാണുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. നമ്മൾ ജനിച്ചത് ലോകത്തിൻ്റെതായിരിക്കുന്ന ചില പ്രത്യേകതയിലാണ്, ചില വ്യത്യസ്തമായിരിക്കുന്ന മാതാപിതാക്കളുടേതായിരിക്കുന്ന ആഗ്രഹത്താലാണ്. എന്നാൽ ആ ആഗ്രഹത്തെ ത്യജിച്ച് നല്ലവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ എനിക്ക് വേണ്ടിയാണ് തിരുരക്തം ചൊരിഞ്ഞത്. ആ രക്തം എൻ്റെ പാപക്കറകളെ കഴുകിക്കളയുവാൻ തക്കവണ്ണം പര്യാപ്തമായിരിക്കുന്നു എന്നുള്ളത് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന പ്രിയപ്പെട്ടവന് ഇങ്ങനെ ഓർക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവർക്ക് നന്മയിലേക്ക് അതിന് പടപ്പിലേക്ക് അത് ജയമാകുന്നു മനസ്സിലാക്കുവാൻ കഴിയും. ആ ലോകത്തെ ആവശ്യമാണ്.
കാര്യങ്ങൾ മാത്രം വിജയ വലിയവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്, ജീവന്റെ ദാതാവാണ്. അവൻ നമുക്ക് ജീവൻ തന്നുവെങ്കിൽ അവനിൽ നമ്മൾ ഇടയായിത്തീരണം. ഈ ഭൂമിയിൽ വന്ന് അഗ്നനായിരിക്കുന്നവൻ ആ ക്രിസ്തു മാത്രമാണ് എന്ന് വിശ്വസിക്കുവാൻ ഇടയായിത്തീരുമ്പോൾ അവനെ മാറ്റി കഴിയുന്നു. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ജീവൻ തന്നവനിൽ വിശ്വസിക്കണം. എന്ത് ജീവനാണ് നമുക്ക് തന്നത്? നശിക്കുന്ന ജീവനല്ല, നിത്യജീവൻ തന്നു. നിത്യജീവൻ തന്നവനിൽ നമ്മൾക്ക് വിശ്വാസം അർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനേ ഞാൻ വന്നത് എന്നാണല്ലോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്യുവാൻ ഇടയായിരുന്നത്. നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ കേവലം നശിക്കുന്നതും ഇല്ലാതായി തീരുന്നതും മാഞ്ഞു പോകുന്നതും തുടച്ചു കളയുവാൻ കഴിയുന്നതുമായിരിക്കുന്ന ഒരു ജീവനല്ല. ആർക്കും ഒരിക്കലും തുടച്ചു നീക്കുവാൻ കഴിയാത്ത ഒരു സമൃദ്ധിയുടെ ജീവനാണ് സർവശക്തനായിരിക്കുന്ന കർത്താവ് നമുക്ക് നൽകിയത്. ആ സമൃദ്ധിയുടെ ജീവൻ എനിക്കും നിങ്ങൾക്കും നൽകി നമ്മെ പരിപാലിപ്പാൻ കൊണ്ടും ഇടയായി തീർന്നിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ വിശ്വാസം ആരിൽ അർപ്പിക്കണം? ഈ വിശുദ്ധിയെ തികപ്പാൻ കൊണ്ടും ഇടയായി തീർന്ന ക്രിസ്തുവിൽ അർപ്പിക്കുവാൻ കൊണ്ടും ഇടയാകണം. അങ്ങനെയാണെങ്കിൽ വിജയം കൈവരിപ്പാൻ കൊണ്ടും ഇടയായി തീരും. പിന്നെ നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ജീവന്റെ അവകാശം ശക്തനായിരിക്കുന്ന ക്രിസ്തുയേശുവിൽ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എന്താണ് ജീവജലത്തിന്റെ നദികൾ? അത് മാറ്റമില്ലാത്തായിരിക്കുന്ന വചനമാണ്, മായ്ച്ചു കളയുവാൻ കഴിയാത്ത വചനമാണ്, ആർക്കും എന്നേക്കുമായി നിലനിൽപ്പാൻ കഴിയുന്ന വചനമാണ്. ആ വചനത്തെ നമ്മുടെ സ്വന്തമാക്കി തീർക്കുവാൻ കൊണ്ട് ഇടയായി തീരുമ്പോൾ ശത്രു പരാജയപ്പെട്ട് അവൻ ഓടുവാൻ കൊണ്ടും ഇടയായി തീരും. അവനിൽ നമ്മൾ ഒരിക്കലും ആശ്രയം വയ്ക്കരുത്. അവൻ്റെതായിരിക്കുന്ന മേന്മയിൽ ആശ്രയം വയ്ക്കരുത്, അവരിലോ പെരുമയോ ആശ്രയം വയ്ക്കരുത്. ആശ്രയം വയ്ക്കുവാൻ ഇടയായി തീരുന്നത് ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ച സർവശക്തനായിരിക്കുന്ന ക്രിസ്തുയേശുവിൽ തന്നെ ആയിരിക്കണം എന്ന് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ആയിത്തീരാത്തവന്റെ ഉള്ളിൽ ഒരിക്കലും ഈ ജീവജലത്തിന്റെ നദി ഒഴുകുകയില്ല. അങ്ങനെ ആയിത്തീർന്നവന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ഈ ജീവജലത്തിന്റെ നദി ഒഴുകൂ. ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ആരുടെ വകയാണ്? ജീവൻ തന്ന് സ്നേഹിച്ച കർത്താവിന്റെ വകയോ, ലോകത്തിന്റെ വകയോ, ലോകത്തിൻ്റെതായിരിക്കുന്ന ഇമ്പങ്ങളുടെ വകയോ, അതോ ലോകത്തിന്റെ അധിപതിയായിരിക്കുന്ന സാത്താന്റെ വകയോ? ഏത് വകയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഇന്ന് തന്നെ വലിയവനായിരിക്കുന്ന ക്രിസ്തുയേശുവിൽ ആശ്രയം വെച്ച് അവനിൽ ചാരുവാൻ കൊണ്ടും ഇടയായി തീർന്നാൽ ജീവന്റെ അവകാശം നിങ്ങൾക്കും പ്രാപ്യമാകുവാൻ കൊണ്ടും ഇടയായി തീരും. അത് വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ കൊണ്ടും സംഗതിയായി തീരും എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കട്ടെ. പിന്നീട് എന്താണ് ചിന്തിക്കുന്നത്? റോമാലേഖനം 6-ാം അധ്യായത്തിന് 14-ാം വാക്യത്തിൽ കൃപയ്ക്ക് അധീനരായി തീരണം, മാത്രമേ കൃപ ലഭിക്കുകയുള്ളൂ. എന്താണ് കൃപ? കൃപ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അർഹത? നല്ലവനായിരിക്കുന്ന കർത്താവിന്റെ അരികിലേക്ക് ചെല്ലുവാൻ, നല്ലവനായിരിക്കുന്ന ചോദിക്കുക, പാടുവാൻ, അവന്റെ നാമത്തെ കീർത്തിക്കുവാൻ നമുക്ക് എന്താണ് അവകാശം? യാതൊരു അവകാശമില്ല. കാരണം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ പാപത്തിൽ തന്നെ വളർന്നു, പാപത്തിൽ തന്നെ മുഴുകി. ഇന്നും അങ്ങനെയല്ലേ? വിശ്വാസി എന്നുള്ളതായിരിക്കുന്ന പേരും പെരുമയുമുണ്ട്. എന്നാൽ
അതിൻ്റെതായിരിക്കുന്ന പ്രത്യേകതയിൽ കടന്നു പോകുവാൻ ഇടയായി തീരുന്നുണ്ടോ? ആരുടെ രക്തമാണ് നമ്മെ കഴുകിയത്? അത് നമുക്ക് ഓർക്കാമല്ലോ. സർവശക്തനായിരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തം, പാപമില്ലാത്ത രക്തം, പരിശുദ്ധമായിരിക്കുന്ന രക്തം, പരിപാവനമായിരിക്കുന്ന രക്തം, പാപക്കറകളെ തുടച്ചു മാറ്റുവാൻ കൊണ്ടം കഴിയുന്ന രക്തം, ആ രക്തം കൊണ്ട് കഴുകലേൽക്കപ്പെടുവാൻ കൊണ്ടം ഇടയായി തീർന്ന ഒരു ദൈവ പൈതൽ വിജയകരമായിരിക്കുന്ന ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അവകാശിയായി തീർന്ന് അവർ വിജയത്തിൻ്റെതായിരിക്കുന്ന പ്രത്യേകതയിൽ ഓട്ടമോടി തികയ്ക്കുവാൻ കഴിയും. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ഇത് പറയുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് ഇടയായി തീർന്നിട്ടുണ്ടോ? ഇടയായി തീരുന്നുണ്ടോ? ഈ പ്രത്യാശ നമുക്കുണ്ടോ? അത് നമ്മൾ ചിന്തിക്കണം. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, കൃപയ്ക്കധീനരായി നമ്മൾ തീരണം. അർഹതയില്ലാത്തതിനെ അർഹിക്കുവാൻ കൊണ്ടമിടയായി തീർന്നപ്പോൾ നമ്മെ വലിയവനായിരിക്കുന്ന കർത്താവ് കണ്ടു. നമ്മൾ അതിന് അധീനരായി തീരണം. പാപത്തെ വെറുക്കണം, എങ്കിൽ മാത്രമേ കൃപ ലഭിക്കുകയുള്ളൂ. പാപത്തെ സ്നേഹിക്കരുത്. പാപം നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തരുത്. പാപം നമ്മുടെ നായകനോ ഇടയനോ ആയിത്തീരരുത്. പാപത്തിൽ നിന്ന് മോചിതരായി തീർന്ന് ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്നുള്ളതായിരിക്കുന്ന വിളിയും നിലയും കേൾപ്പാൻ കൊണ്ടും ഇടയായി തീർന്നാൽ വിജയകരമായിരിക്കുന്ന ഒരു ക്രിസ്ത്യ ജീവിതം നമ്മുടെ ജീവിതത്തിൽ അത് തീർച്ചയായിട്ടും ലഭ്യമായി തീരും. അതിന് സംശയം വേറെ ഒന്നുമില്ല. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ക്രിസ്തുവിൽ ജയോത്സവമായി നടന്ന് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുന്നവനാണ് വിജയകരമായിരിക്കുന്ന ജീവിതം നയിക്കുന്നവൻ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ക്രിസ്തുവിൽ ജയോത്സവമായി നടന്ന് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തണം. ഞാൻ ആരാണ് എന്നുള്ളത് നമ്മെ തന്നെ കാണിച്ചു കൊടുക്കണം. ഞാൻ പറയട്ടെ, ആരും ജന്മന ഈ പ്രത്യേകമായിരിക്കുന്ന ആ കാര്യത്തിൽ ആയിത്തീർന്നവരല്ല. പാപത്തിൻ്റെതായിരിക്കുന്ന ആ പ്രത്യേകതയിൽ രസിച്ചും രമിച്ചും ജീവിതം നയിപ്പാണ്ട് കൊണ്ടും ഇടയായി തീർന്നവരാണ്. ഞാനിതിനു മുൻപേ ഓർപ്പിച്ചിട്ടുണ്ടല്ലോ, റാന്നിയുടെ പ്രദേശത്ത് ഏറ്റവും വഷത്വത്തിലേക്ക് ജനിച്ചു വളർത്തപ്പെടുവാനും നടന്നു പോകുവാനും കഴിയുവാനും ഇടയായി തീർന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ 19-ാമത്തെ വയസ്സിൽ ഈ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ്റെ കൊണ്ടും ഇടയായി തീർന്നു. വീട്ടിൽ നിന്ന്, ഭവനത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു. ആരാലും വെറുക്കപ്പെട്ടു, എല്ലാവരാലും തള്ളപ്പെട്ടു. ആരുമില്ലാത്തവനായി ഞാൻ യാത്ര ചെയ്തു. കൊട്ടാരക്കരുടെ പ്രദേശത്ത് വന്ന് കയറുവാൻ കൊണ്ടമിടയായി. അതിന് മുമ്പോട്ട് പോകുന്നില്ല. ഞാൻ ഇത്രത്തോളം മാത്രമേ പറയുന്നുള്ളൂ. എങ്കിലും സർവശക്തനായിരിക്കുന്ന കർത്താവ് എന്നെ ജയോത്സവമായി നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അതെന്താണ്? ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന പടവുകൾ എനിക്ക് വേണ്ടി വലിയവനായിരിക്കുന്ന കർത്താവ് തുറന്നു തന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവിൽ ജയോത്സവമായി നടന്ന് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തണം. അത് നമ്മളുടെ സാക്ഷ്യമാണ്. പ്രിയമുള്ളവരെ, ഏതൊരു സ്ഥാനത്താണ് നാം ആയിരിക്കുന്നത്, ഏതൊരിടത്താണ് നാം വസിക്കുന്നത്, അതല്ല നമ്മുടെ പ്രത്യേകത. ഞാൻ ആരിൽ വസിക്കുന്നു എന്നുള്ളതാണ്, ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തൻ വലിയവനായിരിക്കുന്ന കർത്താവ്. ആ കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ അവൻ്റെ വാസന വെളിപ്പെടുത്തുവാൻ കൊണ്ടും ഇടയായിത്തീരുന്ന ദൈവത്തിൻ്റെ പൈതൽ വിജയകരമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ആ വഴികളിലൂടെ ഓടി ഓട്ടം തികപ്പാൻ്റെ കൊണ്ടും ഇടയായിത്തീരും എന്നത് സംശയരഹിതമായിരിക്കുന്ന സംഗതിയാണ്. വീണ്ടും നമ്മൾ ഓർക്കുമ്പോൾ ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലേക്ക് നോക്കാം. അവിടെ വായിക്കുന്ന എന്താണ്? ആത്മാവിനെ അനുസരിച്ച് നടന്ന് ജഡത്തിൻ്റെ മോഹത്തെ തച്ചുടച്ച് കളയണം. ഇന്ന് അതിന് സാധ്യമായി തീരുന്നുണ്ടോ? ഇന്ന് ജഡികമായിരിക്കുന്ന ചിന്തയല്ലേ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന് ആയിത്തീർന്നിട്ടുള്ളതായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വരെ ഉള്ളത് എന്നുള്ളത് ചിന്തിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ ഇമ്പങ്ങളിലല്ല, ലോകത്തെ ജയിച്ച ജയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കൊണ്ടും ഇടയായി തീർത്തിട്ട് ആ ജയത്തെ തന്നവനായിരിക്കുന്ന കർത്താവിനെ ഉയർത്തുവാനും അവനെ ധരിക്കുവാനും അവനെ കാണിച്ചു കൊടുക്കാനും ഇടയായി തീരുന്നുവെങ്കിൽ നിന്റെ ജീവിതം ജയകരമാകും. ഇല്ല എങ്കിലോ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുവാൻ കൊണ്ടും ഇടയായിത്തീരും എന്നത് നിസ്സംശയം ഓർക്കുവാൻ കൊണ്ടും ഇടയായിത്തീരുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു എന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.
ഈ പ്രത്യേകമായിരിക്കുന്ന നന്മ നമ്മിലേക്ക് തരുവാൻ കൊണ്ടും ഇടയായി തീർന്നത് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ കൊണ്ടും ഇടയാകുന്നു. സർവശക്തനായിരിക്കുന്ന കർത്താവ് അത് സ്നേഹത്തിൻ്റെ ആ ഉറവിടമായിരുന്നു എന്നതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ കൊണ്ടും ഇടയായിത്തീരുന്നത്. അവൻ സ്നേഹത്തിൻ്റെ ഉറവിടമായിരുന്നു. എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു? റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28, 29, 30 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ആ ദൈവ വിളിയുടെ മഹത്വം മനസ്സിലാക്കുവാൻ കൊണ്ടും ഇടയായിത്തീരും. അവിടെയാണ് ജയം കൈവരിപ്പാൻ കഴിയുന്നത്. അതെന്താണ്? ദൈവവിളി സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവൻ നമ്മെ സ്നേഹിച്ചു. എങ്ങനെ സ്നേഹിച്ചു? ലോകത്തെ സ്നേഹിച്ച സ്നേഹമല്ല, പ്രത്യുത നമ്മെ സ്നേഹിച്ചത് നശിക്കാതിരിക്കേണ്ടതിനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനുമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ടും 16-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ടും ഇടയായിത്തീരും. 3:16 അവൻ ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, ആ സ്നേഹം എന്നിലും നിങ്ങളിലും പകർന്നു തരുവാനായിട്ടാണ് നല്ലവനായിരിക്കുന്ന കർത്താവ് ആഗ്രഹിച്ചത്. ആ ആഗ്രഹത്തെ സഫലമാക്കി തീർക്കുവാൻ കൊണ്ടും ഇടയായിത്തീരുന്ന ഓരോ ദൈവത്തിൻ്റെ പൈതലും തൻ്റെ വിളിയുടെ മഹത്വം എന്ത് എന്ന് മനസ്സിലാക്കി ജീവിതം മുൻപോട്ട് നയിപ്പാൻ കൊണ്ടും ഇടയായിത്തീരണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിജയകരമായിരിക്കുന്ന ക്രിസ്ത്യ ജീവിതം കൈവശപ്പെടുത്തുവാൻ കൊണ്ടും ഇടയായിത്തീരുകയുള്ളൂ. വിജയകരമായ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രമാണം എന്താണ്? നമ്മൾ തിരുവെഴുത്തിനെ വായിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ പ്രമാണം എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിലും റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലും നാം കാണുന്നുണ്ട്. വിശ്വാസമാണ് ഇതിൻ്റെ പ്രമാണം. ഞാൻ മുമ്പേ ഓർപ്പിച്ചുവല്ലോ, നമ്മുടെ വിശ്വാസം, നമ്മൾ എന്ത് കണ്ടു, നമ്മൾ എന്തറിഞ്ഞു? ആരെങ്കിലും ക്രിസ്തു യേശുവിനെ കണ്ടിട്ടുണ്ടോ? അവിടെ വേണമെങ്കിലായി വരയ്ക്കപ്പെട്ടതായിരിക്കുന്ന ഫോട്ടോകളോ അവൻ്റേതായിരിക്കുന്ന രൂപമോ ഉണ്ടാക്കി വച്ചതായിരിക്കുന്ന ഏതെങ്കിലും അവസ്ഥയോ അല്ല. പിന്നെ എന്താണ്? ഹൃദയത്തിൽ തന്നെ സ്വീകരിക്കുന്നതായിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ഉറപ്പ്. കണ്ടതുകൊണ്ടല്ല, തൊട്ടതുകൊണ്ടല്ല, പ്രിയമുള്ളവരെ, നമ്മൾ രുചിച്ചറിഞ്ഞതുകൊണ്ടാണ് നല്ലവനായിരിക്കുന്ന കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ കൊണ്ടും ഇടയായിത്തീർന്നത്. അത് വിശ്വാസമാണ് എന്നത് മാത്രമേ ഓർപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ വിശ്വാസത്തിൻ്റെ പ്രമാണം ഉള്ളത്തിൽ കൈവരിപ്പാൻ കൊണ്ടും ഇടയായിത്തീരുന്ന ദൈവത്തിൻ്റെ പൈതൽ ഒരു വിജയത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ കൊണ്ടും ഇടയാകും. അവർക്കൊരിക്കലും ഒരു പരാജയം ഉണ്ടാകയില്ല എന്നത് ഓർക്കണം. ഇത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ദാനമാണ്. ആരുമൊന്നും കൊടുക്കേണ്ട, ഒരു കാലത്തും നടക്കേണ്ട, കാര്യങ്ങളും തീർക്കേണ്ട, ഇത് ദാനമായിട്ട് ലഭിക്കുന്നതാണ്. എന്നെ ശ്രമിക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ദാനം തന്നാൽ വേണ്ട എന്ന് പറയുവാൻ ആർക്കെങ്കിലും കഴിയുമോ? ഒരിക്കലും ആകരുത്. ഇത് കർത്താവ് ദാനമായിട്ട് നൽകുകയാണ്. എങ്ങനെയുള്ളവർക്ക്? വിശ്വസിക്കുന്നവർക്ക് അവൻ ദാനമേകുകയാണ്. കർത്താവേ, ഞാനൊരു പാപിയാണ്, പാപത്തിൽ നിന്നെ രക്ഷിപ്പാൻ അവിടുന്ന് കാൽവറിയിലെ ക്രൂശിൽ മരിച്ചു. അങ്ങേ ഞാൻ എൻ്റെ കർത്താവും രക്ഷിതാവും എൻ്റെ ദൈവവുമായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ പാദപീഠത്തോട് അണയുവാൻ കൊണ്ടും ഇടയായിത്തീരുന്ന ഏതൊരു മഹാപാപിയായിരുന്നാലും അവരുടെ പാപത്തെ വലിയവനായിരിക്കുന്ന കർത്താവ് തൂത്തുകളയുകയാണ്, കഴുകിക്കളയുകയാണ്. അവരെ പിന്നെ പാപി എന്നല്ല വിളിക്കുന്നത്, ദൈവ പൈതൽ എന്നുള്ളതാണ്. വലിയവനായിരിക്കുന്ന കർത്താവിൽ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുവാനിടയായിത്തീർന്ന ഓരോ വ്യക്തിയും ഭാഗ്യശാലികളാണ്. കാരണം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന്. ആ ഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ രാത്രിയിൽ നിങ്ങളെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ, ദൈവത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ വിജയകരമായിരിക്കുന്ന പന്തപാതയിൽ ഓടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക, ഒരു ദൈവവൈദ്യനായി തീരുക, വലിയവനായിരിക്കുന്ന കർത്താവിൽ പൂർണ്ണമായിരിക്കുന്ന അർപ്പണം അർപ്പിക്കുക. സർവശക്തനായിരിക്കുന്ന കർത്താവ് ജീവിതത്തെ മാറ്റിയെടുക്കും. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നതാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. അവസാനമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വിജയകരമായിരിക്കുന്ന രഹസ്യം എന്ന് പറയുന്നത്
ക്രിസ്തുവിനോടുള്ള ഏകീഭവനമാണ്. വലിയവനായിരിക്കുന്ന കർത്താവിനെ നിന്നുള്ളായിരിക്കുന്ന ഏകീകരണം, ഐഡൻറ്റിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയുണ്ട്? ഞാൻ എൻ്റെ കർത്താവുമായിട്ടുള്ളായിരിക്കുന്ന ഏകീഭവനത്തിൽ എങ്ങനെ പോകുന്നു? നാമമാത്രമായിരിക്കുന്ന ഒരു ജീവിതമാണോ? ഒരിക്കലും ആകരുത്. സർവശക്തനായിരിക്കുന്ന കർത്താവിൽ സമ്പൂർണ്ണമായിട്ട് ജീവിതം അർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന് നമ്മുടെ ഏകീകരണം ക്രിസ്തുയേശുവിൽ മാത്രമായിരിക്കാൻ ഇടയായി തീർന്നാൽ വിജയകരമായിരിക്കുന്ന ഒരു ക്രിസ്ത്യ ജീവിതം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഇല്ല എങ്കിൽ ദുഃഖിക്കേണ്ടതായിട്ട് വരും. എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം ദുഃഖപൂർണ്ണമാകരുത്. നമ്മുടെ ജീവിതം വിജയകരമായിരിക്കണം. നമ്മുടെ ജീവിതം പ്രത്യാശകരമായിരിക്കണം. നമ്മുടെ ജീവിതം അനുഗ്രഹതുല്യമായിരിക്കണം. അത് ക്രിസ്തുവിനോടുകൂടെ നിത്യകാലം വാഴുന്നതായിരിക്കണം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കും. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ വലിയവനായിരിക്കുന്ന കർത്താവിൽ ജയകരമായിരിക്കുന്ന ജീവിതം നയിപ്പാൻ ഇടയായി തീരുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്നെ ചേർക്കുവാൻ വലിയവനായിരിക്കുന്ന കർത്താവ് വാനവരവിൽ വരുവാൻ സമയമായിരിക്കുകയാണ്. ഒരുക്കമുണ്ടോ? വിശുദ്ധിയുണ്ടോ? ദൈവത്തിൽ ആശ്രയം വയ്പ്പാൻ ഇടയായി തീർന്നിട്ടുണ്ടോ? കഴുകൽ പ്രാപിപ്പാൻ സംഗതിയായി തീർന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ വലിയവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ രക്തത്താൽ കഴുകലേൽക്കപ്പെടുവാൻ ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്ത് ചെല്ലുക, തിരുമുഖത്തേക്ക് നോക്കുക. സത്യത്തിൻ്റെതായിരിക്കുന്ന ആത്മാവിൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഏറ്റുപറയുക, പാപിയാണെന്ന് സമ്മതിക്കുക. ആ ക്രൂശിൽ ചൊരിയപ്പെടുവാനിടയായി തീർന്ന ചങ്കിലെ ചോര കൊണ്ട് നിങ്ങളെ കഴുകുവാനും വെടിപ്പാക്കുവാനും ശുദ്ധീകരിപ്പാനും ഈ ദൈവത്തിന് കഴിയും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. വിജയകരമായിരിക്കുന്ന ക്രിസ്ത്യ ജീവിതം ആ മഹത്വത്തിൻ്റെ പ്രത്യാശ തന്നെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം കരുതട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വരുവനായിരിക്കുന്ന കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഉണർവോടെ കാത്തിരിക്കാം. അവൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാതറിപ്പോകരുത്. വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിതം നയിക്കുക. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് ഓരോ വ്യക്തികളെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ. ഹല്ലേലൂയ. നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാനത്തെ സമയത്തേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. വലിയവനായിരിക്കുന്ന കർത്താവിൻ്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതായിരിക്കുന്ന അല്ലെങ്കിൽ പ്രത്യാശയെ പുതുക്കുന്നതായിരിക്കുന്ന ഒരു ഗാനം നമുക്ക് തുടർന്നും കേൾക്കാം. സർവ്വശക്തനായിരിക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദിവസങ്ങളൊക്കെ കർത്താവിലേക്ക് വീണ്ടും പ്രോഗ്രാം നടത്തുവാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് നന്ദിയോട് സ്തോത്രം. പ്രിയ കർത്താവിൻ്റെ ദാസനെ കുടുംബമായി താൻ മാനിക്കട്ടെ. എൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ വളരെ വിടുതലായി മാറട്ടെ. അനേകിടങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാൻ, ഈ അവസാന കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ മഹത്വം കരയേറ്റുവാൻ, അനേകരെ കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിൽ ഓഹരിക്കാരായി തീർക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സകല നന്ദിയും പ്രിയപ്പെട്ടവന് ഞങ്ങളെ ക്ഷണിച്ചതിൽ അറിയിച്ചുകൊണ്ട് അവസാനത്തെ ഗാനം പാടുന്നു. യേശു വരാൻ കാലമായി, മധ്യാകാശം തന്നെ വിധ യേശു വരാറായി.
മധ്യാകാശം തന്നിലിതാ യേശു വരാറായി. സോദര സോദരിമാരെ ഒരുങ്ങിട്ടുണ്ടോ പറന്നു പോകാൻ യേശു വരാറായി. യേശു വരാൻ കാലമായി മധ്യാകാശം തന്നിലിതാ യേശു വരാറായി. സോദര സോദരിമാരെ ഒരുങ്ങിട്ടുണ്ടോ പറന്നു പോകാൻ യേശു വരാറായി. കാലമില്ല കാലമില്ല യേശു വരാൻ നേരമായി. കാലമില്ല കാലമില്ല യേശു വരാൻ നേരമായി. യേശു വരാറായി, യേശു വരാറായി. യേശു വരാൻ കാലമായി മധ്യാകാശം തന്നിലിതാ യേശു വരാറായി. സോദര സോദരിമാരെ ഒരുങ്ങിട്ടുണ്ടോ പറന്നു പോകാൻ യേശു വരാറായി. കാലത്തെന്നതുപോൽ നോഹിൻ കാലം പോലെയുമാ യേശു വരും നാളിൽ. ലോത്തിൻ കാലത്തെന്നതുപോൽ നോഹിൻ കാലം പോലെയുമാ യേശു വരും നാളിൽ. കട്ടുന്നത്രം തിന്നു കുടിച്ചൊന്നും അറിയാതെ നമ്മൾ പാർത്തിടുന്നു പാരിൽ. ത്രം തിന്നു കുടിച്ചൊന്നും അറിയാതെ നമ്മൾ മാർത്തിടുന്നു പാരിൽ. കാലമില്ല കാലമില്ല യേശു വരാൻ നേരമായി. കാലമില്ല കാലമില്ല യേശു വരാൻ നേരമായി. യേശു വരാറായി, യേശു വരാറായി. യേശു വരാൻ കാലമായി മധ്യാകാശം തന്നിലിതാ യേശു വരാറായി. സോദര സോദരിമാരെ ഒരുങ്ങിട്ടുണ്ടോ പറന്നു പോകാൻ യേശു വരാറായി. വേഗമേശുരാജൻ ഒരുങ്ങി നിൽക്കും സഭയെ ചേർപ്പാൻ മധ്യവാനത്തിങ്കൽ. മണവാട്ടിതൻ ഭാരമെല്ലാം നീങ്ങി നിത്യം മണിയറയിൽ വസിച്ചിടുവാനായി. വേഗമേശുരാജൻ ഒരുങ്ങി സഭയെ മധ്യവാനത്തിങ്കൽ. മണവാട്ടിതൻ ഭാരമെല്ലാം നീങ്ങി നിത്യം മണിയറയിൽ വസിച്ചിടുവാനായി. കാലമില്ല കാലമില്ല യേശു വരാൻ നേരമായി. കാലമില്ല കാലമില്ല യേശു വരാൻ നേരമായി. യേശു വരാറായി, യേശു വരാറായി. യേശു വരാൻ കാലമായി മധ്യാകാശം തന്നിലിതാ യേശു വരാറായി. സോദര സോദരിമാരെ ഒരുങ്ങിട്ടുണ്ടോ പറന്നു പോകാൻ യേശു വരാറായി. കാലമില്ല കാലമില്ല യേശു വരാൻ നേരമായി. കാലമില്ല കാലമില്ല യേശു വരാൻ നേരമായി. യേശു വരാറായി, യേശു വരാറായി. യേശു വരാൻ കാലമായി
നേരമായി മധ്യാകാശം തന്നിലിതായി ചുവരാറായി. സോദര സോദരിമാരെ ഒരുങ്ങിട്ടുണ്ടോ പറന്നു പോകാൻ യേശുവരാറായി. കാലമില്ല കാലമില്ല യേശുവരാൻ നേരമായി. കാലമില്ല കാലമില്ല യേശുവരാൻ നേരമായി. യേശുവരാറായി 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 യേശുവരാറായി. സോദരി സോദരിമാരെ ഒരുങ്ങിട്ടുണ്ടോ പറന്നു പോകാൻ യേശുവരാറായി യേശുവരാറായി. കാലമില്ല കാലമില്ല യേശുവരാൻ നേരമായി. കാലമില്ല കാലമില്ല യേശുവരാൻ നേരമായി. യേശുവരാറായി 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 യേശുവരാറായി. കർത്താവിൻ്റെ മഹത്വം. ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ദൈവകൃപ വ്യാപരിക്കുന്നത് കാണുവാനും അനുഭവിപ്പാനും ദൈവയുടെ ആക്കി തീർത്തു. മനോഹരമായ ഗാനങ്ങളിലൂടെയും ദൈവീയ സന്ദേശങ്ങളിലൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടു. ആ ദൈവകൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ കടന്നു വന്ന ഗാനങ്ങൾ ആലപിച്ച ഞങ്ങളുടെ ബഹുമാന്യനായ ഡോക്ടർ ജോർജ് കൊട്ടാരക്കര അവരോടും ലഘു സന്ദേശം അറിയിച്ച ആദരനായ ഞങ്ങളുടെ കൂട്ടുസഹോദരൻ MC ചെറിയാൻ അവരോടും ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതതായ ഞങ്ങളുടെ മകൻ സുജിത് സുനിൽ കൊട്ടാരക്കരയോടും ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത ജിജിൽ കൊട്ടാരക്കരയോടുമുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ സന്ദേശങ്ങൾ ഗാനങ്ങളും ശ്രമിച്ച എല്ലാ സഹോദരി സഹോദരന്മാരോടും ഞങ്ങളുടെ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ശുശ്രൂഷ നിങ്ങൾ കേൾക്കപ്പെട്ടപ്പോൾ, ഈ ഗാനങ്ങൾ കേട്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായി ഞങ്ങൾ പറയുകയായിരുന്നു ചെയ്തത്. ഒരു രക്ഷിതാവുണ്ട് എന്നും ലോകത്തിന് വേണ്ടി, ലോകത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇഹലോകത്തിലേക്ക് സർവ്വവും വിട്ടു വന്നവനും പാപമില്ലാത്തവനും പരിശുദ്ധനും നീതിമാനും നിർമ്മലമായ കർത്താവ് പാപികൾക്കായി കാൽവരിയിൽ യാഗമായെന്നും ആ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരാൻ പോകുന്നു എന്നുള്ള വലിയ സന്ദേശമാണ് ഇന്നത്തെ ഗാനങ്ങളുടെ ശ്രമിച്ചത്. ആ കർത്താവ് എല്ലാവർക്കും മതിയായവനാണ്. രോഗികൾക്ക് അവൻ ആശ്വാസപ്രദനാണ്. പാപിയെ രക്ഷിച്ച് അവന് നിത്യമായ സമാധാനത്തിലേക്ക് മാറ്റുന്നവനാണ്. ഏത് പ്രശ്നങ്ങൾ കഴിയുന്നവനും കർത്താവിലേക്ക് ചെല്ലുമ്പോൾ ആശ്വാസം അവൻ കൊടുക്കുന്നവനാണ്. ആ കർത്താവിൻ്റെ അരികിലേക്ക് വരിക എന്നാണ് ഞങ്ങൾ പാടിയത്. ആ കർത്താവിൻ്റെ അരികിലേക്ക് ചേർന്ന് വരിക എന്നാണ് ഞങ്ങൾ പ്രസംഗിച്ചത്. ആ കർത്താവ് ആശ്വാസദായകനാണ്. അവനെ സ്വീകരിച്ചാൽ, അവനെ പിൻപറ്റിയാൽ നിങ്ങളുടെ ജീവിതം സമാധാനപൂർണ്ണമായി തീരും, സന്തോഷപൂർണ്ണമായി തീരും എന്നതാണ് ഞങ്ങൾ ഓർപ്പിച്ചത്. അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷ ഞങ്ങളുടെ സഹോദരനോട് പറയട്ടെ, പക്ഷേ ഇതിന് ശേഷം ആയിരിക്കാം നിങ്ങൾ ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതം നഷ്ടമായി കളയരുത്. നമ്മുടെ ജീവിതം വിലയേറിയതാണ്. ആ വിലയേറിയ ജീവിതത്തെ ദൈവത്തിനായി സമർപ്പിക്കുക. ഒരു നിമിഷത്തെ വിചിന്തനം കൊണ്ട് നഷ്ടപ്പെടുത്തി കളയാവുന്ന ഒരു ജീവനല്ല നിങ്ങൾക്കുള്ളത്. സർവ്വലോകത്തെക്കാളും വിലയേറിയ ഒരു ആത്മാവ് നിങ്ങൾക്കുണ്ട്. ആത്മാവിനെ നഷ്ടമാക്കാതെ ദൈവത്തിൽ ആശ്രയിപ്പാൻ, ദൈവത്തിൽ ചാരുവാൻ ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, ശ്രീ പിതാവേ, മനോഹരമായ ഈ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ അല്പസമയം അവിടുത്തെ പാദത്തിലിരിക്കുകയായിരുന്നു. അവിടുത്തെ സ്തുതിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുകയായിരുന്നു. അങ്ങേ ഉയർത്തുന്ന അവിടുത്തെ വചനം ഞങ്ങൾ ഓർപ്പിക്കുകയായിരുന്നു. അവിടുന്ന് വേഗത്തിൽ വരും എന്ന് ഞങ്ങൾ പാടുകയായിരുന്നു. കർത്താവേ, ഈ ഗാനങ്ങൾ ശ്രമിച്ച ആളുകൾ
ഈ സന്ദേശം കേട്ട നിങ്ങൾ പ്രിയപ്പെട്ടവർ ആരെങ്കിലും കർത്താവിനെ കണ്ടുമുട്ടാത്തവരുണ്ടെങ്കിൽ, അവിടുന്ന് വേഗം വരുമ്പോൾ അവിടുന്ന് അവരെങ്കിലും എടുക്കപ്പെടാത്തവരായി ഉണ്ടെങ്കിൽ കർത്താവെ അവരുടെ ഈ രാത്രികാലം കർത്താവ് ഇടപെടുമാറാകണമേ. അവിടുത്തെ ആത്മാവ് അവരുടെ സന്ദർശിക്കണമേ. അവർ കർത്താവിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കണമേ. അവരുടെ ആത്മരക്ഷയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മടങ്ങുവരനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ദുഃഖിതരായി, ക്ഷീണിച്ചവരായി, നിരാശപ്പെട്ടവരായി ജീവിക്കുന്ന ഹൃദയങ്ങൾക്ക് കർത്താവെ ഈ രാത്രിയിൽ ഗാനങ്ങൾ ആശ്വാസപ്രദമായി തീർന്നിരിക്കാൻ സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് കൃപയായി സ്തുതിക്കുന്നു. അടിയങ്ങളെയും ഉപയോഗിച്ചതിനായ സ്തോത്രം. അവിടുന്ന് നാമത്തെ മഹത്വപ്പെടുത്തിനായ സ്തോത്രം. തിരുസ്ഥാനത്ത് പറയിൽ തുറന്നോടെ ഞങ്ങളെ പറയണമേ. മഹത്വം കർത്താവിന്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാമയോടും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഭൂലോകമെമ്പാടും കർത്താവിന് വരനായി കാത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരുടെ കൂടെയും ഇന്നും എന്നേക്കും കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം.